നമസ്കാരം. ചുറ്റിനും മൃതദേഹങ്ങൾ, പലതും തലയേറ്റ ഉടലുകൾ, ചിതറിക്കിടക്കുന്ന കൈകാലുകൾ. യുദ്ധത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ബോധം കെടുത്തുന്ന കാഴ്ചകളായിരുന്നു എങ്ങും. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും പേടിയാകുന്നു. ചിറയൻകീഴ് അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ റഷ്യയിലെ നടക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനാവുകയില്ല. ജോലിക്കായി റഷ്യയിൽ എത്തിച്ച ശേഷം സൈന്യത്തിൽ ചേർന്ന് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ച 3 മലയാളി യുവാക്കളിൽ ഒരാളാണ് പ്രിൻസ്. യുദ്ധത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ പ്രിൻസിനെ ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി വഴി നാട്ടിലെത്തിച്ചത്. പരിക്കേറ്റ് വീണില്ലായിരുന്നെങ്കിൽ യുദ്ധമുഖത്ത് തന്നെ തുടരേണ്ടി വന്നേനെയെന്നും പ്രിൻസ് പറയുന്നു. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടന്നതെന്ന് പ്രിൻസ് വിശദീകരിക്കുന്നു. സുരക്ഷാ ജോലിക്കായാണ് പ്രിൻസ്, വിനീത്, ടിനു എന്നിവർ ജനുവരി 4-ന് റഷ്യയിലെത്തിയത്. മലയാളിയായ അലക്സ് എന്നയാൾ ഒരു കരാറിൽ ഒപ്പിടിച്ചു. ഇവിടെ ഇന്ത്യക്കാരായ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നതായി പ്രിൻസ് പറയുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോൾ സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. പാസ്പോർട്ടും മൊബൈൽ ഫോണുമെല്ലാം അവർ വാങ്ങിച്ചു വെച്ചു. ടിനുവിനെ മറ്റൊരു ക്യാമ്പിലേക്കും കൊണ്ടുപോയി. 23 ദിവസം രാവും പകലും നീണ്ട കഠിനമായ പരിശീലനം. വെടിവെക്കാനാണ് പ്രധാനമായും പഠിപ്പിച്ചത്. ഫെബ്രുവരി 4-ന് യുദ്ധത്തിനായി റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രിൻസും ചേർന്നു. 30 പേരുണ്ടായിരുന്നു സംഘത്തിൽ. റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോമും തോക്കും ധരിച്ചായിരുന്നു യാത്ര. യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നോക്കുന്നിടത്തെല്ലാം മൃതദേഹങ്ങളാണ്. പട്ടാളക്കാരുടെയും അല്ലാത്തവരുടെയും മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്നു. ഇവയെ കടന്നാണ് മുന്നോട്ടു പോകുന്നത്. രൂക്ഷമായ വെടിവെപ്പാണ് നടക്കുന്നത്. വെടിവെക്കാൻ തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ഇടത് ചെവിക്ക് സമീപം വെടിയേറ്റു. ടാങ്കിന്റെ വശത്ത് തട്ടിയ ശേഷമാണ് വെടിയുണ്ട ചെവിക്ക് സമീപം തുളച്ചു കയറിയത്. വെടിയേറ്റ ഉടനെ വാഹനത്തിൽ നിന്നും താഴെ വീണു. ഒരു മൃതദേഹത്തിന് പുറത്താണ് വീണത്. 1 മണിക്കൂറോളം അവിടെ കിടന്നു. പിന്നീട് അവിടെ നിന്ന് ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങൾക്കും മനുഷ്യാവയവങ്ങൾക്കും ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങി. യുക്രൈന്റെ മേഖല പിടിച്ചെടുത്ത് മുന്നോട്ട് കയറിയതിനു ശേഷമേ വെടിയേറ്റ് വീണവരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യൂവെന്ന് പിന്നീട് അറിഞ്ഞു. ഇഴഞ്ഞു പോകുന്നതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ ഇടത് കാലിൽ മുകളറ്റം മുതൽ പാദം വരെ പരിക്കേറ്റു. വലത് കാലിനും മുറിവുകളുണ്ടായി. അതോടെ മുന്നോട്ട് നീങ്ങാൻ പറ്റാതായി. അവിടെ കിടന്ന് മരിക്കുമെന്നാണ് പ്രിൻസ് കരുതിയത്. രാത്രി മുഴുവൻ അവിടെ കിടന്നു. പകലായപ്പോൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങി. മണിക്കൂറുകളോളം ഇഴഞ്ഞപ്പോൾ ഒരു ബങ്കറിൽ നിന്നും വിനീതിന്റെ ഒച്ച കേട്ടു. അതിനകത്തിറങ്ങി വിനീതിനൊപ്പം ഇരുന്നു. തുടർന്ന് സൈനിക ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തിയ ശേഷമാണ് വെടിയുണ്ട പുറത്തെടുത്തത്. ആശുപത്രിയിൽ നല്ല പരിചരണം ലഭിച്ചു. ഭക്ഷണവും കിട്ടി. വീട്ടിൽ ബന്ധപ്പെടാൻ ഫോണും നൽകി. 2 ആശുപത്രികളിലായി 1 മാസത്തെ ചികിത്സ. പിന്നീട് 1 മാസത്തെ അവധിക്ക് കമാൻഡറുടെ ഒപ്പുവാങ്ങാനായി വീണ്ടും ക്യാമ്പിലെത്തി. തുടർന്ന് മോസ്കോയിലെ ഒരു പള്ളിയിലും എത്തി. അവിടെ കഴിയുമ്പോഴാണ് ഇന്ത്യൻ എംബസി ബന്ധപ്പെടുന്നതും യാത്രാരേഖകൾ നൽകി നാട്ടിലേക്ക് അയച്ചതും. നാട്ടിലെത്താനായതിന്റെ ആശ്വാസമുണ്ടെങ്കിലും ഒപ്പം പോയ വിനീതും ടിനുവും യുദ്ധമുഖത്താണെന്നതിന്റെ സങ്കടം പ്രിൻസിനുണ്ട്. പ്രിൻസിന്റെ വല്യമ്മയുടെ മകനാണ് വിനീത്. ടിനു അയൽക്കാരനും. ഇതേ റാക്കറ്റിൽ കുടുങ്ങിയ ഡേവിഡ് എന്ന തുമ്പ സ്വദേശിയും കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തിയിരുന്നു. പ്രിൻസിന്റെ സമാന അനുഭവങ്ങളാണ് ഡേവിഡും പങ്കുവെക്കുന്നത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് യാത്രയ്ക്കായി ഇവർ എടുത്തിട്ടുള്ളത്. അടച്ചു തീർക്കാനുള്ള സമ്മർദ്ദവും ഇവർക്ക് മുന്നിൽ പ്രതിസന്ധിയായി നിൽക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് വലിയ ശമ്പളത്തിൽ റഷ്യയിൽ ജോലി എന്ന വാഗ്ദാനം ഈ ചെറുപ്പക്കാരെ തേടിയെത്തുന്നത്. കുടുംബത്തിന്റെ പ്രതീക്ഷകളെറ്റി നാട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായിരുന്നു. എന്നാൽ ചതി മനസ്സിലാക്കിയപ്പോൾ മുതൽ നാട്ടിൽ തിരികെ ജീവനോടെ എത്തണമെന്നത് മാത്രമായിരുന്നു ഇവരുടെ ഏക സ്വപ്നം. ടിനുവിന്റെയും വിനീതിന്റെയും അടക്കം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് നാടും വീടും. വാർത്തയുടെ നിറം തേടി തനി നിറം.